കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രി ആരാണ്? പി.കെ. കുഞ്ഞ്. 1967-ൽ കേരളത്തിൽ ലോട്ടറി ആരംഭിച്ചത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പി.കെ. കുഞ്ഞായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് കേരള ലോട്ടറി. ലോകത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നഗരം ഏതാണ്? ഹാമർഫാസ്റ്റ്, നോർവേ. നോർവേയിലെ ഹാമർഫാസ്റ്റ് ലോകത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നഗരങ്ങളിലൊന്നാണ്. ആർട്ടിക് സർക്കിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് അതിന്റെ തണുത്ത കാലാവസ്ഥയ്ക്കും മത്സ്യബന്ധനത്തിനും പ്രസിദ്ധമാണ്. ഇന്ത്യയ്ക്ക് ആദ്യമായി ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷം ഏതാണ്? 1928. 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത്. ഇത് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ. ചരിത്രപരമായ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം ഇന്ന് തുർക്കിയിലെ ഇസ്താംബുൾ എന്നറിയപ്പെടുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഇതിന്റെ പേര് മാറ്റുകയായിരുന്നു. ഇന്ത്യയിൽ കാട്ടുകഴുകന്മാർ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ഏതാണ്? ധാൻഗ്ര. കാട്ടുകഴുകന്മാരെ സംരക്ഷിക്കുന്നതിനും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ധാൻഗ്ര. ഈ വംശനാശഭീഷണി നേരിടുന്ന പക്ഷികളെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതി സന്തുലനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഗോയിറ്ററിന്റെ മറ്റൊരു പേര് എന്താണ്? ഗ്രേവ്സ് രോഗം. തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനത്തെ തുടർന്ന് കഴുത്തിലുണ്ടാകുന്ന വീക്കമാണ് ഗോയിറ്റർ. ഇതിനെ ഗ്രേവ്സ് രോഗം എന്നും വിളിക്കുന്നു. ഇത് തൈറോയിഡ് ഹോർമോണിന്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന ഒരു സ്വയം രോഗപ്രതിരോധ രോഗമാണ്. സോളങ്കി വംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുൽരാജ് ഒന്നാമൻ. 10ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിൽ ഭരിച്ചിരുന്ന സോളങ്കി വംശത്തിന്റെ സ്ഥാപകനായിരുന്നു മുൽരാജ് ഒന്നാമൻ. ഗുജറാത്തിലെ മനോഹരമായ ക്ഷേത്രങ്ങളും വാസ്തുവിദ്യയും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ അഹിന്ദു ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനായിരുന്നു ദാദാഭായ് നവറോജി. 1886-ൽ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ അഹിന്ദുവായ വ്യക്തിയായി. ചോളത്തിന്റെ ജന്മദേശം ഏതാണ്? മെക്സിക്കോ. ചോളം, മെയ്സ്, മെക്സിക്കോയിൽ ഉത്ഭവിച്ച ഒരു പ്രധാന ധാന്യവിളയാണ്. ലോകമെമ്പാടും ഭക്ഷ്യവസ്തുവായും കാലിത്തീറ്റയായും വ്യാവസായിക ആവശ്യങ്ങൾക്കായും ഇത് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. സിറോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. സിറോസിസ് കരളിനെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ്. ഇതിൽ കരളിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കുകയും സാധാരണ കോശങ്ങൾക്ക് പകരം കലകൾ നിറയുകയും ചെയ്യുന്നു. മദ്യപാനം, ഹെപ്പറ്റൈറ്റിസ് എന്നിവ ഈ രോഗത്തിന് കാരണമാകാറുണ്ട്. ചേരരാജാക്കന്മാരുടെ ചിഹ്നം എന്തായിരുന്നു? വില്ല്. പുരാതന കേരളം ഭരിച്ചിരുന്ന ചേരരാജാക്കന്മാരുടെ ഔദ്യോഗിക ചിഹ്നം വില്ലായിരുന്നു. അവരുടെ നാണയങ്ങളിലും കൊടിയിലും ഇത് ആലേഖനം ചെയ്തിരുന്നു. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബാംഗ്ലൂർ. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നു. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ, കബ്ബൺ പാർക്ക് തുടങ്ങിയ നിരവധി മനോഹരമായ പൂന്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. ചേരിചേര പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ നേതാക്കൾ ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, ഗമാൽ അബ്ദൽ നാസർ. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം രൂപം കൊണ്ട ചേരിചേര പ്രസ്ഥാനം ശീതയുദ്ധകാലത്ത് ഒരു ചേരിയിലും ചേരാതെ സ്വതന്ത്രമായ വിദേശനയം സ്വീകരിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു, യൂഗോസ്ലാവിയയുടെ മാർഷൽ ടിറ്റോ, ഈജിപ്തിന്റെ ഗമാൽ നാസർ എന്നിവർ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സ്ഥാപക നേതാക്കളാണ്. ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂറത്ത്. ഗുജറാത്തിലെ സൂറത്ത് നഗരം ഇന്ത്യയുടെ എംബ്രോയിഡറി വ്യവസായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. വസ്ത്രങ്ങൾക്കും തുണിത്തരങ്ങൾക്കുമുള്ള എംബ്രോയിഡറി ജോലികൾക്ക് ഈ നഗരം പ്രസിദ്ധമാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? രാജനാരായൺ ബോസ്. ഇന്ത്യൻ ദേശീയതയുടെ ആദ്യകാല വക്താക്കളിൽ ഒരാളായിരുന്നു രാജനാരായൺ ബോസ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ദേശീയ വികാരങ്ങളുടെയും ഉണർവിനായി അദ്ദേഹം പ്രവർത്തിച്ചു.
സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേരെന്താണ്? അന്റോണിയ മൈനോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര് അന്റോണിയ മൈനോ എന്നാണ്. ഇറ്റലിയിലാണ് അവർ ജനിച്ചത്. രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര നടന്ന വർഷം ഏതാണ്? 1984. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ 1984-ൽ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് ടി-11 ദൗത്യത്തിൽ പങ്കെടുത്ത് ബഹിരാകാശത്തെത്തി. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഒരു പ്രധാന നേട്ടമായിരുന്നു. ഗോതമ്പിന്റെയും കന്നുകാലികളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അർജന്റീന. തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീന ഗോതമ്പ്, കന്നുകാലി ഉൽപ്പാദനത്തിന് വളരെ പ്രസിദ്ധമാണ്. പാമ്പാസ് പുൽമേടുകൾ കന്നുകാലി വളർത്തലിനും കൃഷിക്കും വളരെ അനുയോജ്യമാണ്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ മറ്റൊരു പേര് എന്താണ്? ബ്ലാക്ക് ബോക്സ്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് റെക്കോർഡറാണ് ബ്ലാക്ക് ബോക്സ്. ഇത് കോക്പിറ്റിലെ സംഭാഷണങ്ങളും ഫ്ലൈറ്റ് ഡാറ്റയും രേഖപ്പെടുത്തുകയും വിമാനാപകടങ്ങളുടെ കാരണം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ആത്മീയ നേതാവായിരുന്ന സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം നൽകിയത്. ഭഗവദ്ഗീതയിലെ തത്വങ്ങളെ ജീവിതത്തിൽ പകർത്താൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ്. സസ്യകോശങ്ങളുടെ ബാഹ്യമായ കട്ടിയുള്ള ഭിത്തിയായ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ്. സസ്യങ്ങൾക്ക് ഘടനാപരമായ ബലം നൽകുന്നത് ഈ സെല്ലുലോസാണ്. രണ്ടാം പഴശ്ശി കലാപം നടന്ന വർഷം ഏതാണ്? AD 1800 മുതൽ 1805 വരെ. പഴശ്ശിരാജ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്കെതിരെ നടത്തിയ പ്രധാന പോരാട്ടങ്ങളിലൊന്നാണ് രണ്ടാം പഴശ്ശി കലാപം. വയനാടിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ കലാപത്തിന് വഴിവെച്ചത്. കേടുവന്നാൽ വീണ്ടും വളരാത്ത ശരീരകോശങ്ങൾ ഏതാണ്? നാഡീകോശങ്ങൾ, ന്യൂറോണുകൾ. മനുഷ്യ ശരീരത്തിലെ നാഡീകോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അവ സാധാരണയായി വീണ്ടും വളരുകയോ പുനരുജ്ജീവിക്കുകയോ ചെയ്യുന്നില്ല. തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പലപ്പോഴും മാറ്റാനാവാത്തതാണ്. ഇന്ത്യയിൽ ഭ്രംശാഴ്വരകളിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതെല്ലാം? നർമ്മദ, തപ്തി. നർമ്മദ, തപ്തി എന്നീ നദികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നിന്ന് വ്യത്യസ്തമായി പടിഞ്ഞാറോട്ടൊഴുകുന്നു. ഇവ ഭ്രംശാഴ്വരകളിലൂടെയാണ് ഒഴുകുന്നത്. ഇത് അവയുടെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയാണ്. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയെ സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതവും സമാധാനപരമായ നിലപാടുകളും ഈ വിശേഷണത്തിന് കാരണമായി. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് ഏതാണ്? പാമ്പൻ ചാനൽ. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്ന ഇടുങ്ങിയ കടൽഭാഗമാണ് പാമ്പൻ ചാനൽ. പ്രശസ്തമായ പാമ്പൻ പാലം ഈ ചാനലിന് കുറുകെയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിച്ച നഗരം ഏതാണ്? ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്കുകളിലൊന്നാണ് ഡൽഹിയിലെ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്ക്. നിരവധി ചരിത്ര സ്മാരകങ്ങളും അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. റാമോജി ഫിലിം സിറ്റി ഏത് നഗരത്തിലാണ്? ഹൈദരാബാദ്. ലോകത്തിലെ ഏറ്റവും വലിയ സംയോജിത ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സുകളിലൊന്നാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന റാമോജി ഫിലിം സിറ്റി. സിനിമ നിർമ്മാണത്തിനും വിനോദസഞ്ചാരത്തിനും ഇത് പ്രധാന കേന്ദ്രമാണ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 324. ഇന്ത്യൻ ഭരണഘടനയുടെ 324-ാം അനുച്ഛേദം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, അധികാരങ്ങൾ, ചുമതലകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച മധ്യകാല അറബി സഞ്ചാരി ആരാണ്? ഇബ്ൻ ബത്തൂത്ത.
മൊറോക്കോയിൽ നിന്നുള്ള പ്രശസ്ത സഞ്ചാരിയായിരുന്ന ഇബ്ൻ ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിൽ പലതവണ കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളിൽ കേരളത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണ്. ഇലകൾക്ക് പച്ചനിറം നൽകുന്നത് എന്താണ്? ക്ലോറോഫിൽ. സസ്യങ്ങളിലെ ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ. പ്രകാശസംശ്ലേഷണം വഴി സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനും ഊർജ്ജമാക്കി മാറ്റാനും ഇത് സഹായിക്കുന്നു. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? പയ്യന്നൂർ. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള പയ്യന്നൂർ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പുസത്യാഗ്രഹത്തിൽ പയ്യന്നൂരിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന സസ്യം ഏതാണ്? കാബേജ്. കാബേജ് മുട്ടക്കോസ് ഒരു ഇലക്കറിയാണ്. ഇതിന്റെ ഇലകളിലാണ് ആഹാരം ശേഖരിക്കപ്പെടുന്നത്. ഇത് മനുഷ്യൻ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്നു. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ 1556 മുഗൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഹമ്മദ് ആദിൽ ഷായുടെ പടത്തലവൻ ആരായിരുന്നു? ഹേമു. 1556 നടന്ന രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ മുഗൾ സൈന്യത്തെ നയിച്ചത് ബൈറാം ഖാനായിരുന്നു. മുഹമ്മദ് ആദിൽ ഷായുടെ സൈന്യത്തെ നയിച്ചത് ജനറൽ ഹേമുവാണ്. ഹേമു ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഭൂട്ടാൻ. ഹിമാലയൻ രാജ്യമായ ഭൂട്ടാൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുതാണ്. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണിത്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരെന്താണ്? രാജസ്ഥാൻ കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ശൃംഖലകളിൽ ഒന്നായ ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങൾക്ക് ജലസേചനം നൽകുന്നു. ഇതിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ ഏതാണ്? പാനിപ്പട്ട്. പരിസ്ഥിതി സൗഹൃദമായ നഗരവികസനം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ഇക്കോ ടൗണാണ് പാനിപ്പട്ട്. പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ വികസനം നടപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ വടക്കൻ ഭാഗം കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നു. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലാദ്യമായി മെട്രോ സ്ഥാപിച്ച നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ശൃംഖല കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. 1984 ഇത് പ്രവർത്തനമാരംഭിച്ചു. ഇന്ത്യയിലെ നഗര ഗതാഗത സംവിധാനത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന അയൽരാജ്യമാണ് ബംഗ്ലാദേശ്. ഏകദേശം 4096 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണിത്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്കും അതിന്റെ ആസ്ഥാനവും ഏതാണ്? കാനറ ബാങ്ക്, ആസ്ഥാനം ബംഗളൂരു. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ നേടിയ പൊതുമേഖലാ ബാങ്കാണ് കാനറ ബാങ്ക്. 1906 AM സുബ്ബറാവു പൈ മംഗളൂരുവിൽ സ്ഥാപിച്ച ഈ ബാങ്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം ബംഗളൂരുവാണ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. വാളൻപുളിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു ഓർഗാനിക് ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ഇത് പുളിക്ക് അതിന്റെ സ്വഭാവഗുണമുള്ള പുളിരസം നൽകുകയും ഭക്ഷണപദാർത്ഥങ്ങളിലും മരുന്നുകളിലും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ആദ്യമായി ISD ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയലിംഗ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയലിംഗ് ISD സംവിധാനം നിലവിൽ വന്നത് മുംബൈയിലാണ്. 1976 ലണ്ടനുമായി ബന്ധിപ്പിച്ചാണ് ഈ സേവനം ആരംഭിച്ചത്. വയനാട്ടിലെ എടക്കൽ ഗുഹകളെക്കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയത് ആരാണ്? ഫ്രെഡ് ഫൗസെറ്റ്. 1901. വയനാട്ടിലെ എടക്കൽ ഗുഹകളിലെ ശിലാലിഖിതങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ആദ്യമായി ആധികാരിക പഠനം നടത്തിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഫ്രെഡ് ഫൗസെറ്റാണ്. 1901 ലായിരുന്നു ഈ പഠനം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 125-ാം വാർഷികത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? സോണിയാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതിന്റെ 125-ാം വാർഷികം 2009-ലാണ് ആഘോഷിച്ചത്. ഈ സമയത്ത് പാർട്ടി അധ്യക്ഷയായിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു മതേതര രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ച ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. മുഗൾ ചക്രവർത്തിയായ അക്ബർ ദീൻ ഇലാഹി പോലുള്ള മതസഹിഷ്ണുതാ നയങ്ങളിലൂടെ ഇന്ത്യയിൽ ഒരു മതേതര ഭരണത്തിന് അടിത്തറ പാകി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയിരുന്നു. ഏറ്റവും തണുപ്പുകൂടിയ വൻകര ഏതാണ്? അന്റാർട്ടിക്ക. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ളതും വരണ്ടതുമായ വൻകരയാണ് അന്റാർട്ടിക്ക. ഇവിടെ താപനില -89°C വരെ താഴാം. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരമായ മഞ്ഞുമൂടിയ പ്രദേശങ്ങളും ഇവിടെയുണ്ട്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1950. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായുള്ള പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 2014-ൽ ഇത് നീതി ആയോഗ് എന്ന സ്ഥാപനത്തിന് വഴിമാറി. ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? ഗംഗ ബ്രഹ്മപുത്ര നദികൾ സംയോജിച്ച് ഉണ്ടാകുന്ന മേഘ്ന നദിയുടെ. ബംഗ്ലാദേശിൽ ഗംഗാനദിയും ബ്രഹ്മപുത്ര നദിയും സംഗമിച്ച് മേഘ്ന എന്ന പേരിൽ ഒഴുകുന്നു. ഈ മേഘ്നയുടെ ഒരു പ്രാദേശിക പേരാണ് കീർത്തിനാശിനി. ഇത് നദീതീരത്തെ മണ്ണൊലിപ്പ് കാരണമുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നു. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? രാജശേഖരവർമ്മ. AD 830-ൽ പുറപ്പെടുവിച്ച വാഴപ്പള്ളി ശാസനം കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ മലയാളം ശാസനമായി കണക്കാക്കപ്പെടുന്നു. ചേര രാജാവായ രാജശേഖരവർമ്മയാണ് ഇത് പുറത്തിറക്കിയത്. ഇത് കേരള ചരിത്രത്തിലെ ഒരു പ്രധാന രേഖയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച രാജവംശം ഏതാണ്? മൗര്യന്മാർ. BC 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച മൗര്യ സാമ്രാജ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സാമ്രാജ്യം. ഈ സാമ്രാജ്യം ഏഷ്യയുടെ വലിയൊരു ഭാഗത്തേക്ക് വ്യാപിച്ചിരുന്നു. ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ? ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് തൂതപ്പുഴ. മലപ്പുറം, പാലക്കാട് ജില്ലകളിലൂടെ ഇത് ഒഴുകുന്നു. വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേരരാജാവ് ആരാണ്? ഉദിയൻ ചേരലാതൻ. പുരാതന ചേരരാജാക്കന്മാരിൽ ഒരാളായ ഉദിയൻ ചേരലാതനാണ് വാനവരമ്പൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അധികാരപരിധി വളരെ വലുതായിരുന്നു എന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാണ്? ഓച്ചിറക്കളിയും 12 വിളക്കും. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് ഓച്ചിറക്കളിയും 12 വിളക്കും. ഈ ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങളില്ല, പകരം പരബ്രഹ്മത്തെയാണ് ആരാധിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ബംഗളൂരു. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ 2000-ൽ ബംഗളൂരുവിലാണ് സ്ഥാപിച്ചത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ നീക്കം. ഏത് നദിയുടെ പോഷകനദിയാണ് മുതിരപ്പുഴ? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ ഒരു പ്രധാന പോഷകനദിയാണ് മുതിരപ്പുഴ. ഇടുക്കി ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. സൺഫ്ലവേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? വാൻഗോഗ്. ഡച്ച് ചിത്രകാരനായ വിൻസെന്റ് വാൻഗോഗ് വരച്ച പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ് സൺഫ്ലവേഴ്സ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ചിത്രകാരനാണ് അദ്ദേഹം. ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ സിഖ് വംശജൻ ആരാണ്? സർദാർ ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു സർദാർ ബൽദേവ് സിംഗ്. സിഖ് സമുദായത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തിയും അദ്ദേഹമാണ്. ഏത് നദിയുടെ പോഷകനദിയാണ് തുംഗഭദ്ര? കൃഷ്ണ.
ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളിലൊന്നായ കൃഷ്ണയുടെ ഒരു പ്രധാന പോഷകനദിയാണ് തുംഗഭദ്ര. കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഇത് ഒഴുകുന്നു. ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് കേന്ദ്ര ക്യാബിനറ്റ് മീറ്റിംഗുകളുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സുപ്രധാന നയതീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ ചുഴലിക്കാറ്റാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട്. ഇത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ഭീമാകാരമായ കൊടുങ്കാറ്റാണ്. ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പാനദി. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്രട്ടാതി വള്ളംകളി പ്രസിദ്ധമാണ്. ഇത് പമ്പാനദിയിൽ നടത്തുന്ന ഒരു പരമ്പരാഗത ജലോത്സവമാണ്. ഗൺമെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചെമ്പ്, വെളുത്തീയം, നാഗം. ഗൺമെറ്റൽ ഒരുതരം വെങ്കലമാണ്. ഇത് ചെമ്പ്, വെളുത്തീയം, ടിൻ, നാഗം, സിങ്ക് എന്നിവയുടെ സങ്കരമാണ്. ശക്തിയും ഈടുമുള്ള ഈ ലോഹം യന്ത്രഭാഗങ്ങൾ, വാൽവുകൾ, പമ്പുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഏത് സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്നും വിളിക്കുന്നത്? ജാർഖണ്ഡ്. വനങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന വനാഞ്ചൽ എന്ന പേരിൽ ജാർഖണ്ഡ് സംസ്ഥാനം അറിയപ്പെടുന്നു. സമ്പന്നമായ വനസമ്പത്തും ഗോത്ര പാരമ്പര്യവും ഈ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹർഗോവിന്ദ് ഖുറാന. കൃത്രിമ ജീൻ നിർമ്മിക്കുന്നതിൽ വിജയിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖുറാന. ജനിതക കോഡ് വ്യാഖ്യാനിച്ചതിന് 1968-ൽ അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയ സാമൂതിരി രാജാവ് ആരാണ്? മാനവേദൻ. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടം എന്ന ശാസ്ത്രീയ നൃത്തരൂപത്തിന് രൂപം നൽകിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കൃഷ്ണനാട്ടം. വിപ്ലവചിന്തകൾ പുലർത്തിയതിന് 1831-ൽ ഹിന്ദു കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ കവി ആരാണ്? ഹെൻറി ഡെറോസിയോ. യുവ ബംഗാൾ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഹെൻറി ലൂയി വിവിയൻ ഡെറോസിയോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ റാഡിക്കൽ ചിന്തകൾ പ്രചരിപ്പിച്ചതിന് അറിയപ്പെടുന്നു. കൊൽക്കത്തയിലെ ഹിന്ദു കോളേജിൽ അധ്യാപകനായിരുന്ന അദ്ദേഹത്തെ 1831-ൽ പുറത്താക്കി. വസ്തുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മോഹ്സ് സ്കെയിൽ. ധാതുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് മോഹ്സ് സ്കെയിൽ. ജർമ്മൻ ധാതുശാസ്ത്രജ്ഞനായ ഫ്രീഡ്രിക്ക് മോഹ്സ് ആണ് ഇത് ആവിഷ്കരിച്ചത്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവത്കരിച്ചത്? മധ്യപ്രദേശ്. 2000 നവംബർ 1-നാണ് മധ്യപ്രദേശ് സംസ്ഥാനം വിഭജിച്ച് ഛത്തീസ്ഗഡ് എന്ന പുതിയ സംസ്ഥാനം രൂപവത്കരിച്ചത്. ഇത് ഇന്ത്യയുടെ 26ാമത്തെ സംസ്ഥാനമാണ്. വസ്തു നികുതി അടയ്ക്കേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസിൽ. ഭൂമിക്കും കെട്ടിടങ്ങൾക്കും സർക്കാർ ചുമത്തുന്ന നികുതിയാണ് വസ്തുനികുതി. ഇത് സാധാരണയായി വില്ലേജ് ഓഫീസിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ആണ് അടയ്ക്കേണ്ടത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം ഏതാണ്? 1984. 1984 ജൂൺ മാസത്തിൽ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നടന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സിഖ് തീവ്രവാദികളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ നാടൻ നൃത്തരൂപമാണ് കോലാട്ടം. വർണ്ണാഭമായ വസ്ത്രങ്ങളണിഞ്ഞ് കൈകളിൽ കോലുകൾ കൊട്ടി നർത്തകർ വൃത്തത്തിൽ ചുവടുവെക്കുന്നു. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ബെൻ കിങ്സ്ലിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത്? ഗാന്ധി. 1982-ൽ പുറത്തിറങ്ങിയ ഗാന്ധി എന്ന സിനിമയിൽ മഹാത്മാഗാന്ധിയുടെ വേഷം അവതരിപ്പിച്ചതിനാണ് ബെൻ കിങ്സ്ലിക്ക് മികച്ച നടനുള്ള ഓസ്കാർ ലഭിച്ചത്. ഈ ചിത്രം 8 ഓസ്കാർ അവാർഡുകൾ നേടി. ഏത് പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് രാജതരംഗിണി പ്രതിപാദിക്കുന്നത്? കശ്മീർ.
കൽഹണൻ രചിച്ച രാജതരംഗിണി കശ്മീരിന്റെ പ്രാചീന ചരിത്രം വിവരിക്കുന്ന ഒരു സംസ്കൃത ഇതിഹാസ ഗ്രന്ഥമാണ്. 12ാം നൂറ്റാണ്ടിൽ രചിച്ച ഈ കൃതി കശ്മീരിലെ രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നു. ഏതു പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? മൂന്നാർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മിനാറിന്റെ ഭിത്തികളിൽ കാണപ്പെടുന്നത്? ഖുർആൻ. ഡൽഹിയിലെ പ്രസിദ്ധമായ കുത്തബ് മിനാറിന്റെ ഭിത്തികളിൽ ഖുർആനിലെ വാക്യങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും കാലിഗ്രഫിയുടെയും ഉത്തമ മാതൃകയാണിത്. ആര്യാവർത്തം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ഉത്തർപ്രദേശ്. പ്രാചീന ഇന്ത്യയിൽ ഗംഗായമുന സമതലങ്ങളെയും സമീപ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഉത്തർപ്രദേശ് പ്രദേശം ആര്യാവർത്തം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇത് ഹിന്ദുമതത്തിന്റെയും സംസ്കൃതിയുടെയും കേന്ദ്രമായിരുന്നു. ഏറ്റവും തിരക്കേറിയ സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രഗതാഗത പാതകളുള്ളത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. യൂറോപ്പിനെയും അമേരിക്കയെയും ബന്ധിപ്പിക്കുന്ന ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാർ. 2000 നവംബർ 15-നാണ് ബീഹാർ സംസ്ഥാനം വിഭജിച്ച് ജാർഖണ്ഡ് എന്ന പുതിയ സംസ്ഥാനം രൂപവത്കരിച്ചത്. ഇത് ഇന്ത്യയുടെ 28ാമത്തെ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ? ദേവദാസ്. ശരത് ചന്ദ്ര ചാറ്റർജിയുടെ പ്രശസ്ത നോവലായ ദേവദാസ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ തവണ വിവിധ ഭാഷകളിൽ ചലച്ചിത്രമാക്കപ്പെട്ട കൃതിയാണ്. ദുരന്ത പ്രണയകഥയാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ഏത് ബഹ്മനി രാജാവിന്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് റഷ്യൻ വ്യാപാരിയായ അത്തനാസസ് നികിതിൻ വിവരിക്കുന്നത്? മുഹമ്മദ് മൂന്നാമൻ. റഷ്യൻ സഞ്ചാരിയും വ്യാപാരിയുമായ അത്തനാസസ് നികിതിൻ 15ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യ സന്ദർശിക്കുകയും ബഹ്മനി സുൽത്താൻ മുഹമ്മദ് മൂന്നാമന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണം അന്നത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളിലേക്ക് വെളിച്ചം വീശുന്നു. രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. 1688-ൽ ഇംഗ്ലണ്ടിൽ നടന്ന രക്തരഹിത വിപ്ലവം ഗ്ലോറിയസ് റെവല്യൂഷൻ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ജെയിംസ് രണ്ടാമൻ രാജാവിനെ പുറത്താക്കി വില്യം മൂന്നാമനെയും മേരി രണ്ടാമനെയും അധികാരത്തിൽ കൊണ്ടുവന്ന ഈ വിപ്ലവം വലിയ രക്തച്ചൊരിച്ചിലില്ലാതെയാണ് നടന്നത്. ഏത് നദിയുടെ തീരത്താണ് പാറ്റ്ന നഗരം സ്ഥിതി ചെയ്യുന്നത്? ഗംഗാനദി. ബീഹാർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ പാറ്റ്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ഗംഗാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്ത് പാടലിപുത്ര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ നഗരത്തിന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനമായ പാലസ് ഓഫ് നേഷൻസ് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സ്ഥിതി ചെയ്യുന്ന പാലസ് ഓഫ് നേഷൻസ് ആണ്. ഇത് ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനമായി നിർമ്മിച്ച കെട്ടിടമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ആരാണ്? JRD ടാറ്റ. ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന JRD ടാറ്റയാണ് ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി. 1929 ടാറ്റ എയർലൈൻസ് ഇന്നത്തെ എയർ ഇന്ത്യ സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? പാരീസ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നു. ലോകോത്തര ഫാഷൻ ബ്രാൻഡുകൾക്കും ഡിസൈനർമാർക്കും പേരുകേട്ടതാണ് ഈ നഗരം. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം എവിടെയാണ്? കൊട്ടാരക്കര. കേരളത്തിലെ ഒരു പ്രാചീന നൃത്തനൃത്യ കലാരൂപമായ രാമനാട്ടത്തിന് രൂപം നൽകിയത് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ ഒരു പൂർവ്വരൂപമായി ഇത് കണക്കാക്കപ്പെടുന്നു. രാജർഷി എന്ന് അറിയപ്പെട്ടിരുന്ന ഭാരതരത്ന ജേതാവ് ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ.
പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രീയ നേതാവുമായിരുന്ന പുരുഷോത്തം ദാസ് ടണ്ടൻ രാജർഷി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1961-ൽ അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി ആരാണ്? സർ ജെയിംസ് വിൽസൺ. 1860. 1860-ൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സർ ജെയിംസ് വിൽസണാണ്. അന്നത്തെ വൈസ്രോയിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഏതാണ്? ഉജ്ജയിനി. ഇന്ത്യയിലെ 4 പ്രധാന കുംഭമേള സ്ഥലങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനി. ക്ഷിപ്ര നദിയുടെ തീരത്താണ് ഈ പുണ്യനഗരം സ്ഥിതി ചെയ്യുന്നത്. ഉദയംപേരൂർ സൂനഹദോസ് ഏതു വർഷത്തിലാണ് നടന്നത്? AD 1599. 1599-ൽ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിൽ നടന്ന ഈ സൂനഹദോസ് സഭാ സമ്മേളനം കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. പോർച്ചുഗീസ് ഇടപെടലിലൂടെ സിറോ മലബാർ സഭയെ റോമൻ കത്തോലിക്ക സഭയുമായി ലയിപ്പിക്കാൻ ഇത് കാരണമായി. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സേവനങ്ങൾ ആരംഭിച്ചത് 1881-ൽ കൊൽക്കത്തയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നതിനാൽ കൊൽക്കത്തയ്ക്ക് പല ആധുനിക സൗകര്യങ്ങളും ആദ്യമായി ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കോട്ടൺ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. 1818. 1818-ൽ കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിച്ചത്. ആധുനിക വ്യവസായത്തിന്റെ ആരംഭത്തെ ഇത് അടയാളപ്പെടുത്തി. ലണ്ടനിൽ ഇന്ത്യ ഹൌസ് സ്ഥാപിച്ചത് ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മ. ലണ്ടനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി 1905-ൽ ശ്യാംജി കൃഷ്ണവർമ്മ സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യ ഹൌസ്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു. ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? വത്തിക്കാൻ. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. കത്തോലിക്ക സഭയുടെ ആഗോള ആസ്ഥാനമാണിത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962-ലെ ഇന്ത്യ ചൈന യുദ്ധകാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്ന് രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1961. സ്ത്രീധന നിരോധന ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയും രാജ്യസഭയും തമ്മിൽ അഭിപ്രായ ഭിന്നത വന്നതിനെ തുടർന്നാണ് 1961-ൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം നടന്നത്. ലണ്ടനിൽ വെച്ച് കണ്ട ഏത് ഇന്ത്യക്കാരന്റെ ശിഷ്യത്വമാണ് മാർഗരറ്റ് നോബിൾ സ്വീകരിച്ചത്? വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായിരുന്നു മാർഗരറ്റ് എലിസബത്ത് നോബിൾ, പിന്നീട് സിസ്റ്റർ നിവേദിത എന്നറിയപ്പെട്ടു. വിവേകാനന്ദന്റെ ലണ്ടൻ സന്ദർശന വേളയിലാണ് അവർ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1962. 1962-ൽ ചൈനയുമായുള്ള യുദ്ധത്തെ തുടർന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇതിന് ഉത്തരവിട്ടത്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം. ക്രയോജനിക്സ്. വളരെ താഴ്ന്ന താപനിലയിൽ, സാധാരണയായി -150°C-ൽ താഴെ, പദാർത്ഥങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രയോജനിക്സ്. ദ്രവീകരിച്ച വാതകങ്ങൾ, സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി DPP ആരംഭിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം DPEP. ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി പദവിയിലിരുന്ന ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി. അദ്ദേഹം ഒരു പ്രശസ്ത തത്വചിന്തകൻ കൂടിയായിരുന്നു. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരം അതിന്റെ അതിമനോഹരമായ ചുവർച്ചിത്രങ്ങൾ കാരണം മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. വേണാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ഇത്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം. ആവർത്തനപ്പട്ടികയിലെ ആദ്യത്തെ ആൽക്കലി ലോഹമാണ് ലിഥിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണിത്. ജലത്തിൽ പൊങ്ങിക്കിടക്കും. മൊബൈൽ ഫോൺ ബാറ്ററികളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ നേതാവായിരുന്നു അവർ. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ വേലൂരിലെ തയ്യൂര് ഗ്രാമം. തൃശൂർ ജില്ലയിലെ വേലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തയ്യൂര് ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് കേരളത്തിന്റെ ഡിജിറ്റൽ മുന്നേറ്റത്തിന്റെ ഒരു ഉദാഹരണമാണ്. റഷ്യൻ വിപ്ലവകാലത്തെ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ. 1917 റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. അദ്ദേഹത്തിന്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ അസംതൃപ്തിയാണ് വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയിലെ മണ്ണും എക്കലും കാരണം അതിന്റെ ജലത്തിന് ചുവപ്പ് കലർന്ന നിറം കാണപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യയിലെ ചുവന്ന നദി എന്ന് വിശേഷിപ്പിക്കുന്നത്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏതു നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. ഒരു വസ്തു എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുമ്പോൾ അത് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. കറുത്ത പ്രതലങ്ങൾ ചൂടിനെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നതും ഇതിനാലാണ്. ധാതുസമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ്. കൽക്കരി, ഇരുമ്പയിര്, മൈക്ക തുടങ്ങിയ ധാതുക്കളുടെ വലിയ നിക്ഷേപങ്ങളാൽ സമ്പന്നമായതിനാൽ ജാർഖണ്ഡിനെ ഇന്ത്യയുടെ ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിന്റേതാണ്? ചിലി. പസഫിക് സമുദ്രത്തിലെ ഒരു അഗ്നിപർവ്വത ദ്വീപാണ് ഈസ്റ്റർ ദ്വീപ്. കൂറ്റൻ മോയി പ്രതിമകളാൽ പ്രശസ്തമായ ഈ ദ്വീപ് ചിലിയുടെ ഭാഗമാണ്. യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണിത്. റാണ പ്രതാപിന്റെ കുതിര ചേതക്. മേവാറിലെ ധീരനായ ഭരണാധികാരി റാണ പ്രതാപിന്റെ വിശ്വസ്തനായ കുതിരയായിരുന്നു ചേതക്. ഹാൽഡിഗാട്ടി യുദ്ധത്തിൽ ചേതക് കാണിച്ച ധീരത പ്രസിദ്ധമാണ്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗി. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൽ മനുഷ്യന്റെ ശബ്ദത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും എല്ലാ രാഗങ്ങളും വൈവിധ്യമാർന്ന ഭാവങ്ങളിൽ വായിക്കാൻ കഴിയുന്നതുമായ ഒരു തന്ത്രിവാദ്യമാണ് സാരംഗി. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസം. അതുകൊണ്ട് അസമിനെ ഇന്ത്യയുടെ ചായത്തോട്ടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. പ്രകൃതിയിൽ കാണുന്ന ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഓസ്മിയമാണ്. ഇത് വളരെ അപൂർവമായ ഒരു സംക്രമണ ലോഹമാണ്. മുംബൈയിൽ ആദ്യ കോട്ടൺ മിൽ സ്ഥാപിതമായ വർഷം 1854. ഇന്ത്യയിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു മുംബൈയിൽ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിച്ചത്. 1854 കവാസ്ജി നാനബായി ഡേവറാണ് ഈ മിൽ സ്ഥാപിച്ചത്. APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. 2002 ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ധീര വനിതയായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആയിരുന്നു. അക്ബർ ചക്രവർത്തി ജനിച്ച സ്ഥലം അമർകോട്ട്.
മുഗൾ ചക്രവർത്തി അക്ബർ ജനിച്ചത് സിന്ധിലെ അമർകോട്ടിൽ, ഇന്നത്തെ പാകിസ്ഥാൻ ആണ്. ഹുമയൂൺ പലായനം ചെയ്യുമ്പോൾ ഒരു ഹിന്ദു രാജാവിന്റെ സംരക്ഷണയിലാണ് അക്ബർ ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായിരുന്നത് സുചേത കൃപലാനിയാണ്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് അവർ സേവനമനുഷ്ഠിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായി അറിയപ്പെടുന്നു. ഭൂവുടമ കർഷക ബന്ധത്തിലെ ചൂഷണങ്ങളെക്കുറിച്ചാണ് ഈ നാടകം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ്. ഫ്രാൻസിനെയും അതിന്റെ തലസ്ഥാനമായ പാരീസിനെയും പ്രകാശത്തിന്റെ നഗരം, സിറ്റി ഓഫ് ലൈറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത് കല, സംസ്കാരം, ജ്ഞാനം എന്നിവയുടെ കേന്ദ്രമായി അറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഉദയം ചെയ്യുകയും യൂറോപ്പിൽ വലിയ സൈനിക രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്ത നെപ്പോളിയൻ ബോണപാർട്ടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നെല്ലാം അറിയപ്പെടുന്നത്. ധനുർവേദം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആയോധനവിദ്യ. ഉപവേദങ്ങളിൽ ഒന്നായ ധനുർവേദം പ്രധാനമായും ആയോധനവിദ്യകളെയും യുദ്ധതന്ത്രങ്ങളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് പ്രാചീന ഇന്ത്യയിലെ സൈനിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു. ധർമ്മരാജാവ് അന്തരിച്ച വർഷം AD 1798. തിരുവിതാംകൂറിലെ പ്രശസ്തനായ ഭരണാധികാരി ധർമ്മരാജാവ് എന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ AD 1798 അന്തരിച്ചു. തിരുവിതാംകൂറിനെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. 1966 ഇത്. മഹാഭാരതത്തിന്റെ പഴയ പേര് ജയസംഹിത. പ്രാചീന ഭാരതത്തിലെ ഇതിഹാസ കാവ്യമായ മഹാഭാരതം ജയസംഹിത എന്ന പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇതിന് പല മാറ്റങ്ങളും ഉണ്ടായി. മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി. സംസ്കൃത വ്യാകരണത്തിലെ അതിപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് പതഞ്ജലി രചിച്ച മഹാഭാഷ്യം. പാണിനിയുടെ അഷ്ടാധ്യായിക്ക് ഒരു ഭാഷ്യമായിട്ടാണ് ഇത് എഴുതിയത്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് പൈറക്സ് ഗ്ലാസ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരുതരം ഗ്ലാസാണ് പൈറക്സ് ഗ്ലാസ്. താപനിലയിലുള്ള വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ഇതിന് കഴിവുണ്ട്. അതിനാൽ പരീക്ഷണശാലകളിലും അടുക്കളയിലും ഇത് ഉപയോഗിക്കുന്നു. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി. ആചാര്യ വിനോബ ഭാവെ 1951 ആരംഭിച്ച ഭൂദാന പ്രസ്ഥാനം തെലങ്കാനയിലെ പോച്ചമ്പള്ളിയിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ഭൂരഹിതരായ ദരിദ്രർക്ക് ഭൂമി നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം. ധവളപ്രകാശത്തെ അതിന്റെ ഘടകവർണ്ണങ്ങളായ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, വെബ്ഗ്യോ എന്നിങ്ങനെ വേർതിരിക്കാൻ പ്രിസം ഉപയോഗിക്കുന്നു. പ്രകാശത്തിന്റെ അപവർത്തനമാണ് ഇതിന് കാരണം. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ലോഹങ്ങളിൽ സ്വർണം വളരെ ആകർഷകവും രാസപരമായി സ്ഥിരതയുള്ളതും വിലപ്പെട്ടതുമായ ഒരു ലോഹമാണ്. അതിന്റെ ഈ പ്രത്യേകതകൾ കാരണം ധാതുക്കളുടെ രാജാവ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഭട്നഗർ അവാർഡ് ഏതു മേഖലയിൽ നൽകുന്നു? ശാസ്ത്രം. ശാസ്ത്രസാങ്കേതിക രംഗങ്ങളിലെ മികച്ച സംഭാവനകൾക്ക് ഇന്ത്യയിൽ നൽകുന്ന ഒരു പ്രധാന പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ആണ് ഇത് നൽകുന്നത്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം റാഡോൺ. സ്വാഭാവികമായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഒരു റേഡിയോ ആക്റ്റീവ് വാതകമാണ് റാഡോൺ.
ഇത് യുറേനിയം പോലുള്ള മൂലകങ്ങളുടെ ശോഷണത്തിലൂടെ ഉണ്ടാകുന്നതും വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നതുമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഇത് ഏകദേശം 46.6% വരും. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപ്പാദനം. ഇന്ത്യയിൽ മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു കാർഷിക വിപ്ലവമാണ് രജത വിപ്ലവം, സിൽവർ റെവല്യൂഷൻ. പോൾട്രി മേഖലയുടെ വളർച്ചയ്ക്ക് ഇത് സഹായകമായി. 2 തവണ നോബൽ സമ്മാനം നേടിയ വനിത മേരി ക്യൂറി. ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലും നോബൽ സമ്മാനം നേടിയ ഏക വനിതയാണ് മേരി ക്യൂറി. റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും റേഡിയം, പൊളോണിയം എന്നീ മൂലകങ്ങളുടെ കണ്ടെത്തലിനും അവർ പ്രശസ്തയാണ്. അമേരിക്ക നാഗസാക്കിയിൽ ഇട്ട ബോംബ് ഫാറ്റ്മാൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ 1945 ഓഗസ്റ്റ് 9 വർഷിച്ച അണുബോംബിന്റെ പേരാണ് ഫാറ്റ്മാൻ. ഇത് യുദ്ധത്തിന്റെ അവസാനത്തിന് കാരണമായി. മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ഷേക്സ്പിയർ. ലോകപ്രശസ്ത നാടകകൃത്തും കവിയുമായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ദുരന്ത നാടകത്തിലെ ഒരു കഥാപാത്രമാണ് മാക്ബത്ത്. ഈ നാടകം അധികാരമോഹവും അതിന്റെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്യുന്നു. ഡ്രൂക്കയുൾ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന രാജ്യം ഭൂട്ടാൻ. ഇടിമിന്നലിന്റെ ദേശം എന്നർത്ഥം വരുന്ന ഡ്രൂക്കയുൾ എന്ന് തദ്ദേശീയർ ഭൂട്ടാനെ വിശേഷിപ്പിക്കാറുണ്ട്. ഹിമാലയൻ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം പ്രകൃതി സൗന്ദര്യത്തിനും സാംസ്കാരിക തനിമയ്ക്കും പേരുകേട്ടതാണ്. ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അസം. ബ്രഹ്മപുത്ര നദിയുടെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും ജലലഭ്യതയും അസമിന്റെ കാർഷികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നു. അതുകൊണ്ടാണ് അസമിനെ ബ്രഹ്മപുത്രയുടെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ത്രിപിടകങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ത്രിപിടകങ്ങൾ. വിനയപിടക, സുത്തപിടക, അഭിഗ്മപിടക എന്നിവ ചേർന്നതാണ് ത്രിപിടകങ്ങൾ. പ്രാചീനകാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അസം. പ്രാചീനകാലത്ത് അസം സംസ്ഥാനം കാമരൂപ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശക്തി ആരാധനയുടെയും താന്ത്രിക സമ്പ്രദായങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. കൊടുങ്ങല്ലൂർ, മുസിരിസ്, മഹോദയപുരം എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ. കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ മുസിരിസ്, മഹോദയപുരം, തിരുവഞ്ചിക്കുളം, ശൃംഗപുരം എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. പ്രാചീനകാലത്തെ പ്രധാന തുറമുഖ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരൻ അയ്യങ്കാളി. കേരള നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന അയ്യങ്കാളിയെ 1910 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരുവിതാംകൂർ ദിവാൻ നോമിനേറ്റ് ചെയ്തു. അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഗ്രഹപ്പട്ടികയിൽ നിന്ന് ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹം പ്ലൂട്ടോ. 2006 ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ IAU പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് കുള്ളൻ ഗ്രഹമായി തരംതിരിച്ചു. പ്ലൂട്ടോയുടെ വലുപ്പം, ഭ്രമണപഥം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചായിരുന്നു ഈ തീരുമാനം. ഗ്രാമ്പൂവിന് ഗുണം നൽകുന്ന രാസവസ്തു യൂജനോൾ. ഗ്രാമ്പൂവിന് അതിന്റെ തനതായ ഗന്ധവും ഔഷധഗുണങ്ങളും നൽകുന്ന പ്രധാന രാസവസ്തു യൂജനോൾ ആണ്. ഇതിന് ആന്റിസെപ്റ്റിക്, വേദനസംഹാരി ഗുണങ്ങളുണ്ട്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവ് സർ വിൻസ്റ്റൺ ചർച്ചിൽ. 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവ് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അന്ന് ലേബർ പാർട്ടിയിലെ ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു പ്രധാനമന്ത്രി. രാജിവച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രി പദവി രാജിവച്ച ആദ്യത്തെ വ്യക്തി.
ജനതാ പാർട്ടി മന്ത്രിസഭയിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹം രാജിവച്ചത്. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഒക്ടോബർ നവംബർ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂണിന് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന മഴക്കാലമാണ് തുലാവർഷം. വടക്കുകിഴക്കൻ മൺസൂൺ എന്നും ഇത് അറിയപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി? ഡാന്യൂബ്. യൂറോപ്പിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയായ ഡാന്യൂബ് ജർമ്മനിയിൽ നിന്ന് ഉത്ഭവിച്ച് 10 രാജ്യങ്ങളിലൂടെ ഒഴുകി കരിങ്കടലിൽ പതിക്കുന്നു. ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരം? ഈഫൽ. ഫ്രാൻസിലെ പാരീസിലുള്ള ഈഫൽ ടവർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വർഷം തോറും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത് സന്ദർശിക്കാറുണ്ട്. ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ്? ഡെൻമാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഒരു സ്വയംഭരണ പ്രദേശമാണ്. ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കയുടെ ഭാഗമാണെങ്കിലും രാഷ്ട്രീയപരമായി യൂറോപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്ന് പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ "Where the mind is without fear" എന്ന കവിതയിലെ വരികളാണിവ. സ്വാതന്ത്ര്യത്തെയും ഭയരഹിതമായ ചിന്തകളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ വരികളിൽ പ്രതിഫലിക്കുന്നു. എവിടെ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവുമായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ 1956-ൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് ലക്ഷക്കണക്കിന് അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. ഇത് ദലിത് പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? 5.5 മണിക്കൂർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാൾ GMT 5.5 മണിക്കൂർ മുന്നിലാണ്. ഇത് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മനുഷ്യനിൽ ബീജസങ്കലനം നടക്കുന്നത് എവിടെ വെച്ച്? ഫലോപ്പിയൻ ട്യൂബ്. മനുഷ്യശരീരത്തിൽ അണ്ഡവും ബീജവും സംയോജിച്ച് ബീജസങ്കലനം നടക്കുന്നത് സ്ത്രീകളുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ്. ഇവിടെ വെച്ച് രൂപപ്പെടുന്ന സിക്താണ്ഡം പിന്നീട് ഗർഭാശയത്തിലേക്ക് നീങ്ങുന്നു. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി? ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഇവയുടെ മുട്ടയ്ക്ക് സാധാരണ കോഴിമുട്ടയേക്കാൾ ഏകദേശം 20 മുതൽ 25 വരെ ഇരട്ടി വലുപ്പമുണ്ടാകും. മനുഷ്യകോശത്തിൽ എത്ര ലിംഗ ക്രോമസോമുകളുണ്ട്? ഒരു ജോഡി. മനുഷ്യശരീരത്തിലെ ഓരോ കോശത്തിലും 23 ജോഡി ക്രോമസോമുകളുണ്ട്. ഇതിൽ 22 ജോഡി ഓട്ടോസോമുകളും ഒരു ജോഡി ലിംഗ ക്രോമസോമുകളുമാണ്. മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. ജനിക്കുമ്പോൾ ഏകദേശം 300 അസ്ഥികളുണ്ടെങ്കിലും വളരുമ്പോൾ ചിലത് ഒന്നായി ചേരുന്നു. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV എന്നറിയപ്പെടുന്ന ഒരു തരം വൈറസ് അണുബാധയാണ് അരിമ്പാറയ്ക്ക് കാരണം. ഈ വൈറസ് ചർമ്മത്തിൽ പ്രവേശിച്ച് കോശങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നു. യുദ്ധം അരുത് എന്ന പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരം ഏതാണ്? അയോധ്യ. അയോധ്യ എന്ന പേരിന് സംസ്കൃതത്തിൽ യുദ്ധം ചെയ്യാനാവാത്തത് അല്ലെങ്കിൽ പോരാടാൻ കഴിയാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ഇത് രാമായണവുമായി ബന്ധപ്പെട്ട പുരാതന നഗരമാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? തുഷാരഗിരി. പശ്ചിമഘട്ടത്തിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് സാഹസിക വിനോദസഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ആകർഷിക്കുന്നു. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി. 1854-ലെ പോസ്റ്റ് ഓഫീസ് ആക്ട് പ്രകാരം ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ ആധുനിക പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയത്. ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രമുഖ മിതവാദി നേതാവായിരുന്നു. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു അദ്ദേഹം. യുറാനസ് ഗ്രഹത്തെ കണ്ടെത്തിയത് ആരായിരുന്നു? വില്യം ഹെർഷൽ. 1781 മാർച്ച് 13 വില്യം ഹെർഷലാണ് യുറാനസ് ഗ്രഹത്തെ കണ്ടെത്തിയത്. ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹമായിരുന്നു ഇത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക്സഭ. ലോക്സഭ, അതായത് ജനങ്ങളുടെ സഭ, ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയാണ്. ഇവിടെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭ. രാജ്യസഭ, അതായത് സംസ്ഥാനങ്ങളുടെ സഭ, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. ഇവിടെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. മലബാർ കലാപത്തിനു ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആരെയാണ്? ആലി മുസലിയാർ. 1921 മലബാർ കലാപത്തിൽ പ്രധാന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ആലി മുസലിയാർ. പൂക്കോട്ടൂർ യുദ്ധം, തിരൂരങ്ങാടി സംഭവം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഖിലാഫത്ത് രാജാവായി പ്രഖ്യാപിച്ചതായി പറയപ്പെടുന്നു. മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏത്? AD 1890. 1890 മാർച്ച് 22 കോട്ടയത്ത് വെച്ച് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ മലയാള മനോരമ പത്രം ആരംഭിച്ചു. മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളിൽ ഒന്നാണിത്. അലക്സാണ്ടറുടെ കുതിരയുടെ പേര് എന്തായിരുന്നു? ബുസിഫാലസ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിശ്വസ്തനായ യുദ്ധക്കുതിരയായിരുന്നു ബുസിഫാലസ്. നിരവധി യുദ്ധങ്ങളിൽ അലക്സാണ്ടറെ ഇത് അനുഗമിക്കുകയും ചെയ്തു. കശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ആരായിരുന്നു? ഹരിസിംഗ്. 1947 ഒക്ടോബർ 26 ജമ്മു കശ്മീർ നാട്ടുരാജ്യം ഇന്ത്യയോട് ചേരുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ കരാറിൽ ഒപ്പുവെച്ചത് അന്നത്തെ കശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് ആയിരുന്നു. കരയിലെ മൃഗങ്ങളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം ഏതിനാണ്? ഹിപ്പൊപ്പൊട്ടാമസ്. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വലിയ സസ്തനികളാണ് ഹിപ്പൊപ്പൊട്ടാമസുകൾ. കരയിലെ ഏറ്റവും വലിയ മൃഗം ആനയാണ്. അതിനുശേഷം ഹിപ്പൊപ്പൊട്ടാമസ്, വെള്ള കാണ്ടാമൃഗം എന്നിവയ്ക്ക് സ്ഥാനമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം. 1932 തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സ്ഥാപിച്ച തിരുവനന്തപുരം വിമാനത്താവളമാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. 1991 ഇതിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചു. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസ്. യുറാനസ് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയറുടെയും അലക്സാണ്ടർ പോപ്പിന്റെയും കൃതികളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഉദാഹരണത്തിന് മിറാൻഡ, ഏരിയൽ, ടൈറ്റാനിയ, ഒബറോൺ എന്നിവ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? നാലപ്പാട്ട് നാരായണമേനോൻ. ലോകസാഹിത്യത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ്, പാവങ്ങൾ എന്ന നോവൽ നാലപ്പാട്ട് നാരായണമേനോനാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. മലയാളത്തിലെ ആദ്യത്തെ പ്രധാന നോവൽ തർജ്ജമകളിൽ ഒന്നാണിത്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലൂടെ 12 നദികൾ ഒഴുകുന്നുണ്ട്. ഇത് കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ്. ചന്ദ്രഗിരിപ്പുഴ, ഷിറിയപ്പുഴ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ ഗ്രഹത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ കറുത്ത കൊടുങ്കാറ്റായിരുന്നു ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്. വോയേജർ 2 ബഹിരാകാശ പേടകമാണ് 1989 ഇത് കണ്ടെത്തിയത്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന് വർണ്ണിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ ആരായിരുന്നു? ഇൽത്തുമിഷ്. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ്. അദ്ദേഹത്തെ ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു.
മാർപ്പാപ്പമാർ ഏതു പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ്? റോം. റോമൻ കത്തോലിക്കാ സഭയുടെ തലവനായ മാർപ്പാപ്പ റോമിലെ ബിഷപ്പ് എന്ന സ്ഥാനവും വഹിക്കുന്നു. വത്തിക്കാൻ നഗരം റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയുടെ 80-ാം അനുച്ഛേദമനുസരിച്ച് രാഷ്ട്രപതിക്ക് കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യസേവനം തുടങ്ങിയ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട്. ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന പേരിനർത്ഥമുള്ള നഗരം ഏതാണ്? ബാഗ്ദാദ്. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിന് ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന് അർത്ഥം വരുന്ന ഒരു ചരിത്രപരമായ പേരുണ്ട്. ടിഗ്രിസ് നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ? യുറാനസ്. യുറാനസിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. വില്യം ഹെർഷലാണ് ഇത് കണ്ടെത്തിയത്. ഷേക്സ്പിയറുടെ എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. കേരള സന്ദർശനത്തിനിടെ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളി. 1937-ൽ കേരളത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ മഹാത്മാഗാന്ധി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചു. കന്യകാറാണി എന്ന പേരിൽ ലോകചരിത്രത്തിൽ പ്രസിദ്ധയായത് ആരാണ്? 1-ാം എലിസബത്ത് രാജ്ഞി. ഇംഗ്ലണ്ടിലെ ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു 1-ാം എലിസബത്ത് രാജ്ഞി. അവർ വിവാഹിതയാകാതെ സിംഹാസനത്തിൽ തുടർന്നു, അതുകൊണ്ട് കന്യകാറാണി എന്നറിയപ്പെട്ടു. പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ കാലിബംഗൻ ഏത് നദിയുടെ തീരത്താണ്? ഗഗ്ഗർ നദി. സിന്ധുനദീതട സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാലിബംഗൻ. ഇത് രാജസ്ഥാനിൽ ഇപ്പോൾ വരണ്ടുപോയ ഗഗ്ഗർ ഹാക്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഏത് മുഗൾ ചക്രവർത്തിയാണ് സാംഭാജിയെ വധിച്ചത്? ഔറംഗസേബ്. ശിവജിയുടെ മകനും മറാത്ത സാമ്രാജ്യത്തിന്റെ 2ാമത്തെ ഛത്രപതിയുമായിരുന്നു സാംഭാജി. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് അദ്ദേഹത്തെ പിടികൂടി 1689-ൽ വധിച്ചു. അൽബുക്കർക്കിന് ഭട്കലിൽ കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയ വിജയനഗര ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായർ. പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്ന അൽഫോൺസോ ഡി അൽബുക്കർക്കിന് ഭട്കലിൽ, ഇന്നത്തെ കർണാടക, ഒരു കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായർ ആയിരുന്നു. അൾട്രാസൗണ്ട് സ്കാനിംഗ് കണ്ടുപിടിച്ചത് ആരാണ്? ഇയാൻ ഡൊണാൾഡ്. സ്കോട്ടിഷ് ഭിഷഗ്വരനും ഗവേഷകനുമായ ഇയാൻ ഡൊണാൾഡാണ് വൈദ്യശാസ്ത്രത്തിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. 1950കളിൽ ഗൈനക്കോളജിയിൽ ഇത് വലിയ മുന്നേറ്റമുണ്ടാക്കി. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച അടിമവംശത്തിലെ സുൽത്താൻ ആരായിരുന്നു? ബാൽബൻ. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനായി സില്ല് ഇലാഹി അഥവാ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ AD 1600 സ്ഥാപിതമായത്? അക്ബർ. 1600-ൽ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് ശക്തനായ മുഗൾ ചക്രവർത്തി അക്ബറായിരുന്നു. കമ്പനി പിന്നീട് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം ഏതാണ്? 4 സുവിശേഷങ്ങൾ. 1811-ൽ കോട്ടയം CMS പ്രസ്സിൽ വെച്ച് ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ അച്ചടിച്ച 4 സുവിശേഷങ്ങൾ ആണ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം. ശിവജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? രാംദാസ്. മറാഠ സാമ്രാജ്യ സ്ഥാപകനായ ഛത്രപതി ശിവജിയുടെ ആത്മീയ ഗുരു സന്ത് രാംദാസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ശിവജിയുടെ ജീവിതത്തെയും ഭരണത്തെയും സ്വാധീനിച്ചു. ഏത് മഗധ രാജാവിന്റെ കാലത്താണ് ശ്രീബുധൻ അന്തരിച്ചത്? അജാതശത്രു.
ബുദ്ധമത സ്ഥാപകനായ സിദ്ധാർത്ഥ ഗൗതമൻ ശ്രീബുധൻ അന്തരിച്ചത് മഗധയിലെ ഹര്യങ്ക രാജവംശത്തിലെ അജാതശത്രുവിന്റെ ഭരണകാലത്തായിരുന്നു. ഇന്ത്യയിൽ സിനിമാ പരസ്യം പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ഏതാണ്? ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ചലച്ചിത്രത്തിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലാണ്. ഇത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഏത് മുഗൾ രാജകുമാരനാണ് ഭഗവത്ഗീത പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത്? ദാരാ ഷിക്കോ. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മൂത്ത പുത്രനായ ദാരാ ഷിക്കോ മതസഹിഷ്ണുതയുടെ വക്താവായിരുന്നു. അദ്ദേഹം ഭഗവത്ഗീതയുൾപ്പെടെ നിരവധി സംസ്കൃത ഗ്രന്ഥങ്ങൾ പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്തു. കാക്കനാടന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ജോർജ് വർഗീസ്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും ചെറുകഥാകൃത്തുമായ കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ ജോർജ് വർഗീസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ ആധുനിക മലയാള സാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ശില്പകല അതിന്റെ ഔന്നത്യത്തിലെത്തിയത്? ഷാജഹാൻ. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഭരണകാലം മുഗൾ വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. താജ്മഹൽ, ചെങ്കോട്ട തുടങ്ങിയ പ്രമുഖ നിർമ്മിതികൾ ഇദ്ദേഹത്തിന്റെ കാലത്തേതാണ്. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനകളെയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാളത്തിലെ പ്രമുഖ കവിയായ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതകൾക്ക് അവയുടെ സാന്ദ്രതയും അർത്ഥവ്യാപ്തിയും കാരണം കാച്ചിക്കുറുക്കിയ കവിത എന്ന വിശേഷണം ലഭിച്ചു. അദ്ദേഹത്തിന്റെ രചനകൾ വിഷയങ്ങളെ തീവ്രമായി അവതരിപ്പിച്ചു.